നമസ്കാരം. സെൻട്രൽ മാഗസിൻ്റെ പുതിയ ലക്കത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കോരിച്ചൊരിയുന്ന മഴയാണല്ലോ ചുറ്റും. കർക്കിടകത്തിൻ്റെ പ്രത്യേകത പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കാനുണ്ട്. കർക്കിടകം എന്ന് പലരും തെറ്റായി പറയുന്നുണ്ട്. കർക്കിടകമല്ല, കർക്കടകം ആണ് ശരി. എന്തായാലും കർക്കിടകത്തിലേക്ക് തിരിച്ചു വരാം. മലയാളവുമായി ധാരാളം അഭേദ്യമായ ബന്ധങ്ങൾ ഈ കർക്കിടകത്തിനുണ്ട്. രാമായണത്തിൻ്റെ ശീലുകൾ, അതായത് മലയാളിക്ക് മലയാളത്തെ സമ്മാനിച്ച ഭാഷാപിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ സ്മരണകൾ നിറയുന്ന രാമായണത്തിൻ്റെ ശീലുകൾ ചുറ്റും ഒഴുകിപ്പരക്കുന്ന കർക്കിടകം. ഔഷധസേവ, ആയുർവേദത്തിൻ്റെ ചിട്ടവട്ടങ്ങളിൽ ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് മലയാളി ബോധവാനാകുന്ന കർക്കിടകം. പിതൃസ്മരണ, ബലിതർപ്പണത്തിൻ്റെ പിതൃസ്മരണയിൽ മുഴുകുന്ന കർക്കിടകം. ഇങ്ങനെ നിരവധി ബന്ധങ്ങളുണ്ടല്ലേ. ഈ 11 മാസങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ മലയാളിയും കേരളവുമായി പൊക്കിൾക്കൊടി ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ഒരു മാസമാണ് കർക്കിടകം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. കുട്ടിക്കാലത്ത്, പഴയ കാലത്ത് പെൺകുട്ടികൾ വീട്ടിൽ 2 കാര്യങ്ങളാണ് പഠിക്കുക. ഒന്ന് രാമായണം വായിക്കാനും, പിന്നെ ഒന്ന് കൈകൊട്ടി കളിയും. ഇതിൻ്റെ വെളിച്ചത്തിലാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ വീട്ടിലുള്ള എല്ലാവരും, സ്ത്രീ പുരുഷന്മാരെല്ലാവരും തന്നെ ഇത് കേട്ടിട്ടാണ് വളരുന്നത്. കോളേജിലോ സ്കൂളിലോ ഒന്നും കാര്യമായിട്ട് ഐച്ഛികമായിട്ട് മലയാളം പഠിക്കാത്ത ഞാൻ, എനിക്ക് എങ്ങനെ മലയാള ഭാഷ വശമായതെന്ന് ചോദിച്ചാൽ ഈ വായന കേട്ടിട്ടാണ്. ഇതിനൊരു താളമുണ്ട്, ഈണമുണ്ട്, സംഗീതമുണ്ട്, അർത്ഥമുണ്ട്, ഭാവമുണ്ട്. മിക്കവാറും ഭക്തിയായിരിക്കും. ഈ ഭൂമി ഉണ്ടാക്കി തന്നതിന്, ഈ മഴ ഉണ്ടാക്കി തന്നതിന്, ഈ വയൽ തന്നതിന്, ഈ കൃഷി ഉണ്ടാക്കി തന്നതിന്, ഇത്രയും സൗഭാഗ്യങ്ങളൊക്കെ തന്നതിന് ഈശ്വരന് പ്രാർത്ഥനാപൂർവം നന്ദി പറയുന്ന ഈണവും രാഗവും താളവുമാണ് രാമായണത്തിൻ്റെ ശീലുകൾ. ശ്രീരാമ മമ ഹൃതി രമതാം രാമ രാമ. കനത്ത മഴയിൽ മുങ്ങി നിവർന്ന് മലയാളി ചിങ്ങത്തിലേക്ക് കുളിച്ചു കയറുന്ന കർക്കിടകം. ആരോഗ്യത്തിനും മനഃശാന്തിക്കും ക്ഷേമൈശ്വര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളിലും പ്രവൃത്തികളിലും മുഴുകുന്ന മാസം. ചേട്ടഭഗവതിയെ പുറത്താക്കി ശ്രീഭഗവതി അകത്ത് കുടിയിരിക്കുന്ന കർക്കിടകം. കൃഷിപ്പണി കാര്യമായി ഇല്ലാത്ത കാലം, തോരാത്ത മഴ പെയ്യുന്ന കാലം, ചിലപ്പോൾ വെള്ളപ്പൊക്കങ്ങളുടെയും ഒക്കെ കാലം, ക്ഷാമത്തിൻ്റെ കാലം എന്നുകൂടി പറയാവുന്ന ഒരു കാലം. അങ്ങനെ ഒരു അവസ്ഥയിൽ 2-3 കാര്യങ്ങൾ സാധാരണ പഴയ ആളുകൾ ചെയ്യാറുള്ളത്. ഒന്ന്, ഈശ്വരനെ ഓർക്കുക എന്നുള്ളതാണ്. വയലിൽ ഇറക്കിയ വിള മര്യാദയ്ക്ക് കൊയ്ത് കയറണമെങ്കിൽ ഈശ്വരാനുഗ്രഹം തന്നെ വേണം. മുങ്ങിപ്പോവാം, ഉണങ്ങിപ്പോവാം, എന്തും സംഭവിക്കാം, വെള്ളപ്പൊക്കം വരാം. അതേപോലെ ഈ കർക്കിടമാസം കഴിയുമ്പോഴേക്കും വീട്ടിൽ വീണ്ടും ഒരു സമൃദ്ധി ഉണ്ടാവും എന്ന ബോധം വരുന്ന ഒരു കാലം. അതുകൊണ്ട് കർക്കിടകത്തിലെ ആദ്യത്തെ പണി എന്താ? വീട്ടിലെ എല്ലാ വൃത്തികേടും അടിച്ചു കോരി മാറ്റി പൊട്ടിയെ ആട്ടി പുറത്താക്കി മച്ചിൽ ശ്രീ ഭഗവതിയെ കുടിവയ്ക്കുകയാണ്. ആദ്യത്തെ ഒരു 4-5 ദിവസം കൊണ്ട് വീട് മുഴുവൻ അടിച്ചു വാരി. പണ്ട് ഇപ്പോൾ നമുക്ക് ചായം പൂശാനുള്ള സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അന്നത്തെ കാലത്ത്. അപ്പോൾ ഈ കട്ടില, വാതിൽ, മേശ, കസേര, പാത്രങ്ങൾ, പത്തായം എല്ലാം വൃത്തിയായി തുടച്ച് മിനുക്കി ഒരു ഇല, പ്രത്യേക ചെടിയുടെ ഇല കിട്ടും, പാറകം എന്നൊരു ചെടി. ഈ പാറകം എന്നൊരു ചെടി സാധാരണ കിണറ്റിലാണ് അത് വലുതായിട്ട് വരിക, ചില്ലയൊക്കെ ആയിട്ട്. അതിൻ്റെ ഇലയെടുത്തിട്ട് നമുക്ക് വെള്ളത്തിലൊന്ന് തൊട്ട് ഏതെങ്കിലും മരപ്പണി സാധനത്തിൻ്റെ പുറത്ത് ഉരച്ചാൽ അതിലുള്ള അഴുക്ക് മുഴുവൻ പോവും. ഇപ്പോഴത്തെ നമ്മൾ ഈ ഉരക്കടലാസ് എന്ന് പറയുന്ന ഒരു സാധനം അതൊന്നുമില്ല. അങ്ങനെ കട്ടില, വാതിലൊക്കെ കൃത്യമായി എല്ലാം തുടച്ച് മെനുക്കി വെള്ളമൊഴിച്ച് കഴുകി ചേട്ടാഭഗവതിയെ അടിച്ച് പുറത്തിറക്കി ഒരു പഴയ മുറത്തിൽ വീട്ടിലുള്ള കുറേ
അടിച്ചു വാരിയതൊക്കെ കൂടി ചേർത്ത് കെട്ടി 2 കുറ്റിച്ചൂലും അതിലിട്ട് അതുകൊണ്ട് ഓടി ഏതെങ്കിലും ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അതിനെ ഉപേക്ഷിച്ച് മടങ്ങി വരികയാണ്. പൊട്ടിപ്പുറത്ത് ശ്രീ ഭഗവതി അകത്ത് എന്നാണ് ഈ ഓട്ടത്തിൽ ഉറക്കെ വിളിച്ചു പറയുന്ന മുദ്രാവാക്യം. കാർഷിക മേഖലയെ മാത്രം അടിസ്ഥാനമാക്കി ജീവിതം കരിപ്പിടിപ്പിച്ച നാളുകളിൽ വരുമാനമൊന്നുമില്ലാത്ത കാലമായതിനാൽ പഞ്ഞമാസം എന്ന പേര് കേട്ടിരുന്ന കള്ളക്കർക്കടകം അധ്യാത്മപ്രതീപകം അത്യന്തം രഹസ്യമിതധ്യാത്മരാമായണം മൃത്യുശാസനപ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം. മഴക്കാലത്തിന്റെ ദുരിതങ്ങൾ കുറയ്ക്കാൻ ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തിയും ആത്മീയതയുടെ സാമീപ്യം തേടി ഈശ്വരകഥകൾ പുരാണങ്ങളിലൂടെ ഭാവി തലമുറയിലേക്ക് എത്തിച്ചും ആരോഗ്യകാര്യത്തിൽ മുൻകരുതലുകൾ സ്വീകരിച്ചും കർക്കടകത്തിലെ ദുർഘടങ്ങൾ നീക്കിയിരുന്നു ഈ നാട്. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടു പടിയാതെ, ശാരികപ്പൈതൽ താനും വന്ദിച്ചു വന്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൽ, കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ, കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ, വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്നിക്കുന്നേൻ. അത് മനസ്സിൽ പതിയുന്നത് വെറും അർത്ഥമായിട്ടല്ല, ഭാവങ്ങളായിട്ടാണ്. ഇപ്പോൾ ഗുരുദേവോ ഭവ എന്ന് ഞാൻ പറയുമ്പോൾ എനിക്കത് വെറും ഒരു വാചകമല്ല, അതൊരു ഭാവമാണ്. അങ്ങനെ നമ്മൾ ഉച്ചരിക്കുന്ന വാക്കുകളൊക്കെ മനസ്സിൽ നിന്ന് വരുന്ന ഭക്തി ഉദ്ഗാനങ്ങളായിട്ട് മാറുന്ന ഒരവസ്ഥയിലേക്ക് ഈ രാമായണ പാരായണം നമ്മളെ കൊണ്ടുപോകും. നമ്മുടെ കുട്ടികൾക്കോ ചെറുപ്പക്കാർക്കോ ഇപ്പോൾ ഉള്ള ഈ മയക്കുമരുന്നിനോടോ മദ്യത്തിനോടോ ഒക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്ന ഒരു തരത്തിലുള്ള മോഹവും അല്ലെങ്കിൽ ആകർഷണവും പ്രധാന കാരണം ജീവിതത്തിൽ ലയിക്കാൻ ഉള്ള ഒരു മാർഗം വേറെ ഇല്ലാത്തതുകൊണ്ടാണ്. സത്യം പറഞ്ഞാൽ ഉള്ളതാണ്. നമ്മൾ ഈ ഈശ്വരനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഭാവം എന്ന് പറയുന്നത് ഒരു വെറും ഭാവനയൊന്നുമല്ല, വെറുതെ ആരെങ്കിലും പറഞ്ഞുണ്ടാക്കുന്ന ഒരു കാര്യമല്ല, യഥാർത്ഥമാണത്. ആ ഒരു സന്തോഷം, ചേർന്ന് നിൽപ്പിൻ്റെ ഒരു രസം ഈ ഭൂമിയിലുള്ള ഏത് മദ്യത്തിനേക്കാളും മയക്കുമരുന്നിനേക്കാളും ആകർഷകമാണ്. വട്ടെഴുത്ത്, കോലെഴുത്ത് രീതികളിൽ നിന്ന് 51 അക്ഷരങ്ങളുടെ മായാജാലം സൃഷ്ടിച്ച മലയാള ഭാഷാപിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. സത്യമായി ഉള്ളതും ഇല്ലാത്തതും തിരിച്ചറിയാൻ മലയാളിക്ക് ഭാഷാജ്ഞാനവും വിദ്യാഭ്യാസവും ഒരുപോലെ പകർന്നു നൽകിയ എഴുത്തച്ഛൻ. ആ സ്മരണയിൽ ഒരിക്കൽ കൂടി മലയാളി മുങ്ങി നിവരുന്ന മാസമാണ് കർക്കടകം. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന മഹാകവി അല്ലെങ്കിൽ മഹാമഹർഷി ഉണ്ടാകുന്നതിന് മുൻപ് നമ്മളിപ്പോൾ അറിയുന്ന മലയാള ഭാഷയില്ല. ഇവിടെ ഉണ്ടായിരുന്നത് തമിഴിൻ്റെ ഒരു വകഭേദം കേരളക്കരയുടെ നാനാഭാഗങ്ങളിൽ പല രൂപങ്ങളിൽ പ്രചരിച്ചിരുന്നതാണ്, പല ഭേദങ്ങളിൽ പ്രചരിച്ചിരുന്നതാണ്. അത് എഴുതിയിരുന്നത് ഒട്ടെഴുത്തിലും കോലെഴുത്തിലുള്ള അക്ഷരമില്ല. ഇദ്ദേഹമാണ് ആദ്യമായിട്ട് അക്ഷരങ്ങൾ ഉണ്ടാക്കിയത്. ഈ അക്ഷരങ്ങൾ എടുത്തിട്ട് അദ്ദേഹം സംസ്കൃതത്തിൽ നിന്നും ബാക്കി തമിഴിൽ നിന്നുമുള്ള സാഹിത്യ രൂപങ്ങൾ ഇതിൽ എഴുതാൻ പാകത്തിലുള്ള അക്ഷരഭേദങ്ങൾ കൂടി ഉണ്ടാക്കി. ഇപ്പോൾ റ, ൻഡ, ര എന്നൊക്കെയുള്ള അക്ഷരങ്ങൾ തമിഴിലോ സംസ്കൃതത്തിലോ ഇല്ല. ഈ അക്ഷരമാലയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഈ അക്ഷരമാല 51 അക്ഷരങ്ങൾ കൂട്ടക്ഷരങ്ങളും ശരിക്കും ഉച്ചരിക്കാൻ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഈ ഭൂമിയിലുള്ള ഏത് ശബ്ദവും ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഏത് ഭാഷയും അവന് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ കഴിയും. എല്ലാ ശബ്ദവും ഉച്ചരിക്കാൻ കഴിയുന്നതുകൊണ്ടാണ് എല്ലാ ഭാഷയും പഠിക്കാൻ കഴിയുന്നത്. ഈ ഒരു കഴിവുകൊണ്ടാണ് മലയാളി ലോകത്തെവിടെ പോയാലും 3 മാസം കൊണ്ട് അവിടുത്തെ ഭാഷ അവരത്തേക്കാൾ ഭംഗിയായിട്ട് സംസാരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ ഈ ലോകത്തൊക്കെ പോയി എവിടെയെങ്കിലുമൊക്കെ സുഖമായിട്ട് കഴിയാൻ പ്രേരിപ്പിക്കുന്ന, സഹായിക്കുന്ന കാര്യം ഇതാണ്. നമുക്കൊന്നും അന്യമല്ല. ആയുർവേദ വിധിപ്രകാരം കർക്കടക മാസത്തിൽ ഔഷധ സേവ നടത്തുന്നത് ഉത്തമമായി കരുതുന്നു. ചേനയും ചേമ്പും താളും തകരയുമൊക്കെ ആഹാരക്രമത്തിലെ ഭാഗമായിരുന്നു. ചക്കയും മാങ്ങയും 10 ദിവസം, താളും തകരയും 10 ദിവസം, അങ്ങനെ ഇങ്ങനെയും 10 ദിവസം. കാലത്തിൻ്റെ പഴഞ്ചൊല്ലിൽ കർക്കടകത്തിൻ്റെ കുസൃതി.
വീട്ടിൽ മുറ്റത്ത് തന്നെ ധാരാളം വെച്ച് ചെടികളുണ്ടാവും. അവിടുന്ന് തന്നെ പഴയ അമ്മമ്മമാർക്ക് എല്ലാവർക്കും അറിയാം. അത് പറിച്ചെടുത്ത് ഞാൻ കഴിക്കുമായിരുന്നു. അതാണ് തരുന്നത്. എങ്ങും വാങ്ങാൻ പോയില്ല. അങ്ങനെ ആയുർവേദ ഔഷധശാലകളൊന്നും അക്കാലത്തില്ല. ഓരോ വൈദ്യന്മാരോടൊക്കെ ഉണ്ടാകുന്നുള്ളതല്ലാതെ ഇവത്തുണ്ടാവില്ല. അപ്പോൾ ആ വീട്ടിൽ നിന്ന് തന്നെ ഈ ചെടികൾ പറിച്ചെടുത്ത് അതൊരു നമ്മുടെ ഒരു പ്രായം ചെന്നവരുടെ ഒരു ഔഷധ വിജ്ഞാനമാണ്. അവർ പറിച്ച് ഇട്ട് കഞ്ഞി തരികയാണ് ചെയ്യുന്നത്. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. അന്ന് ദാരിദ്ര്യമുണ്ട്. അന്നല്ല, പൊതുവിൽ ദാരിദ്ര്യമാണ് അന്ന് കാലത്ത് എല്ലാവർക്കും. പൊതുവെ ആ ദാരിദ്ര്യം ഇത്രയും കാലത്ത് സ്വാതന്ത്ര്യത്തിന് ശേഷം പതുക്കെ മെച്ചപ്പെട്ടു. ഉദാഹരണത്തിന് അന്ന് ചെരുപ്പിട്ട് നടക്കുന്നവരില്ല, വാച്ച് കെട്ടുന്നവരില്ല. ഞാൻ തന്നെ വാച്ച് കെട്ടുന്നത് യൂണിവേഴ്സിറ്റി കോളേജ് ഇൻ്റർമീഡിയറ്റ് പഠിക്കാൻ പോകുമ്പോഴാണ്. വാച്ച് കെട്ടുന്നതല്ല, ചെരുപ്പിടാതാണ് റോഡിലും എല്ലാ സ്ഥലത്തും കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ആ എല്ലാ തരത്തിലും സാഹചര്യം മാറിയിട്ടുണ്ട്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ. ദേവന്മാർ ഇലകളിൽ അമൃത് വർഷിക്കുന്ന കാലമാണ് കർക്കടകമെന്നൊരു സങ്കല്പമുണ്ട്. ഈ കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ മൂലം ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ തകിടം മറിയുന്നു. ഈ അസന്തുലിതാവസ്ഥ മറികടക്കാൻ ഈ ചുറ്റും കൂടി നിൽക്കുന്ന, അതായത് തൊടിയിലും മുറ്റത്തുമൊക്കെയുള്ള ഔഷധക്കൂട്ടുകളെ പഴമക്കാർ ആശ്രയിച്ചിരുന്നു. പണ്ട് മുറ്റത്തും തൊടിയിലും നിന്നിരുന്ന മുക്കുറ്റി, പൂവാങ്കുറുനില, കറുക, നിലപ്പന, കുറുന്തോട്ടി, തുളസി മുതലായ ഔഷധമൂല്യങ്ങളുള്ള ചെടികളും ഞവരനെല്ല്, മുതിര തുടങ്ങിയ ധാന്യങ്ങളും ഔഷധക്കഞ്ഞി തയ്യാറാക്കുവാൻ ഉപയോഗിച്ചിരുന്നു. ഇന്ന് ആ കൂട്ടിൽ പുതിയ വിപണികൾ പിറക്കുന്നു. അപ്പോൾ കർക്കിടക കഞ്ഞി എന്ന് പറയുന്നത് അത് ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നവരയരിയാണ്. ഇപ്പം വളരെ സുലഭമായിട്ട് നമുക്ക് കിട്ടുന്നതാണ് നവരയരി. ഈ നവരയരിയുടെ ഒപ്പം തന്നെ നമുക്ക് മില്ലറ്റ്സിൻ കൂടി ചേർത്തിട്ട് വേണമെങ്കിൽ കഞ്ഞി ഉണ്ടാക്കാം. ഇനി ഇതിൻ്റെ അകത്ത് എന്ത് ഔഷധമാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ദശപുഷ്പങ്ങൾ, അതായത് നമ്മൾ വിഷ്ണുക്രാന്തി, പൂവാങ്കുറുനില, മുക്കൂറ്റി, അതുപോലെ തന്നെ കറുക എന്നിത്യാദിയുള്ള ദശപുഷ്പങ്ങൾ പറയുന്നുണ്ട്. ഇത് ഇടിച്ചു പിഴിഞ്ഞ നീര് വെച്ചിട്ട് കഞ്ഞി ഉണ്ടാക്കാം. അവയല്ലാതെ ഇതിനോടൊപ്പം തന്നെ ജീരകം, ഉലുവ, അയമോദകം എന്നിത്യാദികൾ നമുക്ക് പൊടിച്ച് ചേർക്കാവുന്നതാണ്. ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ കഞ്ഞി ഉണ്ടാക്കി കഴിക്കുക എന്ന് പറയുന്നതിന് മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ദഹന പ്രക്രിയ ത്വരിതപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റപ്പ് ചെയ്തെടുക്കണം. കാലാവസ്ഥയിൽ വ്യതിയാനം അനുഭവപ്പെടുന്ന മാസമാണ് മഴമാസമായ കർക്കിടകം. തണുത്ത കാലാവസ്ഥ ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്തുന്നതിനാൽ മഴക്കാല രോഗങ്ങൾ തേടിയെത്തും. ശരീരവേദന, പനി, ചുമ, വാതരോഗങ്ങൾ എന്നിവയെ മറികടക്കാൻ ആചാര്യന്മാർ ആരോഗ്യ പരിരക്ഷകൾ നിഷ്കർഷിച്ചിരുന്നു. ഋതുക്കളുടെ അടിസ്ഥാനത്തിൽ പറയുമ്പം 6 ഋതുക്കളാണ് പറയുന്നത്. അതിൽ വർഷ ഋതുവിലാണ് കർക്കിടക ചര്യയെക്കുറിച്ച് പറയുന്നത്. അപ്പം ഈ മാസങ്ങളിൽ പൊതുവേ നമ്മുടെ ശരീരത്തിൽ, അതായത് വർഷ ഋതുവിൽ പൊതുവേ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം കുറയുന്ന ഒരു കാലമായിട്ടാണ് പറയുന്നത്. അതിന് കാരണം എന്താ വെച്ചാൽ ഈ വർഷ ഋതുവിന് മുന്നേ ചൂടുകാലമാണ്. നമുക്കറിയാമല്ലോ, ഈ ചൂടുകാലം വരുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ബോഡി ഹീറ്റൊക്കെ നന്നായി കൂടിയിരിക്കുന്ന അവസ്ഥയാണ്. അതിനോടനുബന്ധിച്ച് പെട്ടെന്ന് നമ്മുടെ കാലത്തിന് വ്യത്യാസം വരുന്നതിനനുസരിച്ച് പെട്ടെന്ന് മഴ പെയ്യുന്നു. ആ മഴ പെയ്യുമ്പോൾ ശരീരത്തിന് ചില ചേഞ്ചസ് വരുത്തുന്നു. നമ്മുടെ ആയുർവേദത്തിനെ സംബന്ധിച്ചിടത്തോളം ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ത്രിദോഷ സിദ്ധാന്തത്തിനെ അടിസ്ഥാനപ്പെടുത്തി, അതായത് വാദം, പിത്തം, കഫം എന്നുള്ള 3 ദോഷത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ചികിത്സകൾ പറയുന്നത്. അപ്പോൾ ഈ 3 ദോഷത്തിനും ഒരുപോലെ ദുഷ്ടി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാലമാണ് ഈ വർഷ ഋതു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ രോഗങ്ങൾ ഉണ്ടാകാൻ, അതായത് നമുക്കറിയാമല്ലോ, ഒരു മഴക്കാലം വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ
ഈ പകർച്ചവ്യാധികൾ അല്ലെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കൂടുതലും അകപ്പെടാൻ സാധ്യതയുള്ള ഒരു സമയമാണ് മഴക്കാലം എന്ന് പറയുന്നത്. അപ്പം ഈ അവനവൻ്റെ ഉള്ള രോഗങ്ങൾ കൂടാനും അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ഉണ്ടാകാനുമുള്ള സാധ്യതയുണ്ട് വർഷ ഋതുവിൽ. ആയുർവേദത്തിൻ്റെ വീക്ഷണത്തിൽ മനുഷ്യന് പ്രകൃതിയിൽ നിന്ന് മാറി ഒരു നിലനിൽപ്പില്ല. പ്രകൃതിയുമായി ഇഴുകിച്ചേർന്ന് ജീവിക്കേണ്ട ജീവജാലങ്ങളിൽ ഒന്നു മാത്രമാണ് മനുഷ്യനും. അതുകൊണ്ടുതന്നെ പ്രകൃതിയിലെ ഓരോ സൂക്ഷ്മ വ്യതിയാനങ്ങളും മനുഷ്യ ശരീരത്തിലും പ്രതിഫലിക്കുന്നു. ഇതിൻ്റെ എല്ലാം ബേസിക് തിയറി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ബലം കുറഞ്ഞിരിക്കുന്ന കാലമായതുകൊണ്ട് തന്നെ ഒരു പ്യൂരിഫിക്കേഷൻ ആവശ്യമാണ് അല്ലേ. നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ടോക്സിൻസിനെ എല്ലാം എലിമിനേറ്റ് ചെയ്ത് കളയണം. അതായത് നമ്മുടെ ശരീരം ഒന്ന് റീഫ്രഷ് ആയി കിട്ടണം. അതാണ് നമ്മൾ ഒന്നാമത് ചിന്തിക്കേണ്ടത്. അപ്പോൾ ആ റീഫ്രഷ് ആവുന്നതിന് വേണ്ടിയുള്ള ആഹാരങ്ങളും ഔഷധങ്ങളും അതുപോലെ തന്നെ എക്സ്റ്റേണലി ഉള്ള പഞ്ചകർമ്മ തെറാപ്പികളും ഒക്കെയാണ് കർക്കിടക മാസത്തിൽ ചെയ്യേണ്ടത്. പിതൃക്കളുടെ ഓർമ്മകൾ നിറയ്ക്കുന്ന മാസം കൂടിയാണ് കർക്കടകം. കർക്കടക വാവ് ദിവസം പിതൃക്കളുടെ ആത്മശാന്തിക്കായി ബലിതർപ്പണം. ചുരുക്കത്തിൽ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും വിഷവസ്തുക്കളും നിഷേധചിന്തകളും തുടച്ചു നീക്കാനുള്ള ഉത്തേജനം കർക്കടകം നൽകുന്നു. മികച്ച പ്രവർത്തനത്തിനുള്ള മൂലധനം നൽകുന്നു. ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ ചെയ്യേണ്ട കുറച്ച് ദിനചര്യ ക്രിയകളും അതുപോലെ തന്നെ ഓരോ ഋതുവിനനുസരിച്ച് ചെയ്യേണ്ട ക്രിയകളും ഒക്കെ ആയുർവേദത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഒരിക്കലും വൈദ്യനിർദ്ദേശപ്രകാരം അല്ലാതെ അടുത്തുള്ള ഏതെങ്കിലും ഡോക്ടറിനെ സമീപിച്ചിട്ട് അവരുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കരുത്. നമുക്ക് എല്ലാവർക്കും എല്ലാ മനുഷ്യന്മാർക്കും ഒരേ ചികിത്സയല്ല ഒരിക്കലും വേണ്ടത്. ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് അവരുടെ ശരീരത്തിൻ്റെ ഘടനയനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ ഏത് ദോഷങ്ങളാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് ഓരോ വ്യക്തിക്കും ഓരോ ചികിത്സയാണ് ശരിക്കും ആയുർവേദം നിർദ്ദേശിക്കുന്നത്. മലയാളവും മലയാളിയും സമൃദ്ധിയോരാതെ നാളെയിലേക്ക് നീങ്ങാൻ നമ്മുടെ ഭാഷയെ കൂടുതൽ ധന്യമായി ആവിഷ്കരിക്കാൻ ഈ കർക്കടകം കരുത്താവട്ടെ. ജനകനരപതി വരമകൾക്കും ദശാസ്യനും ചിമ്മേ വിരച്ചിതു വാമഭാഗം തുലൂ ജനകനരപതി ദുഹിതൃവരനു ദക്ഷാംഗവും ജാതനിന്നാകിൽ വരും സുഖദുഃഖവും ജാതനിന്നാകിൽ വരും സുഖദുഃഖവും. മലയാളിയെ സംബന്ധിച്ചിടത്തോളം അന്ന് വരെ യഥാർത്ഥമായ വിദ്യാഭ്യാസം കിട്ടിയിരുന്നില്ല. യഥാർത്ഥമായ വിദ്യാഭ്യാസം അദ്ദേഹം എന്താണെന്ന് രാമായണത്തിൽ പറയുന്നുണ്ട്. സത്യമായി ഉള്ളതും ഇല്ലാത്തതും നമ്മൾ തിരിച്ചറിയാനുള്ള കഴിവാണ് വിദ്യാഭ്യാസം എന്നാണ്. വേറൊന്നുമില്ല. ഈ പ്രപഞ്ചത്തിൽ എന്താണുള്ളത്, എന്താണ് ഇല്ലാത്തത്, എന്താണ് മായ, എന്താണ് അസൽ, ഇത് തിരിച്ചറിയാൻ കഴിയുന്ന ഒരാൾ ജീവിതത്തിലെ ഏതെങ്കിലും ഘട്ടത്തിലായാലും വേണ്ടില്ല ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞ ആൾക്ക് ജീവിച്ചിരിക്കാൻ വിഷമമുണ്ടാവില്ല. അധ്യാത്മപ്രതീപകം അത്യന്തം രഹസ്യമിതധ്യാത്മരാമായണം മൃത്യുശാസനപ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തിസിദ്ധിക്കുമസന്നിഗ്ധവിജന്മം കൊണ്ടേ ഭക്തി കൈക്കൊണ്ടു കെട്ടുകൊള്ളുവിൻ ചൊല്ലിടുവനെത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം. അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും കർക്കിടകത്തിൻ്റെ ദുർഘടങ്ങൾ ഒഴിവാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും നമുക്ക് കാണാം. അടുത്ത ആഴ്ച കൂടുതൽ വിശേഷങ്ങളും പുതുമയാർന്ന കാഴ്ചകളും ഒപ്പം പുതിയ അനുഭവങ്ങളുമായി അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.